കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വാഹനം മോണ്ട്ര എന്ന ബ്രാൻഡിൻ്റെ ഈ ഇലക്ട്രിക് ഓട്ടോറിക്ഷയാണ്. സോ ഈ വാഹനം എടുത്തവരും ഇനി എടുക്കാൻ ഉദ്ദേശിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും, എല്ലാത്തിലും ഉപരി ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാ ഓട്ടോ സുഹൃത്തുക്കളും, ഇലക്ട്രിക് വാഹനം ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം ഈ വാഹനം പല ടെറൈനുകളിലൂടെ, പല ഭൂപ്രകൃതികളിലൂടെ ഉപയോഗിച്ച് അതിന് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള വശം നിങ്ങളോട് പങ്കുവയ്ക്കുന്നതായിരിക്കും. ഇന്ന് ആദ്യമായി നമ്മൾ യാത്രയൊക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ഈ വാഹനത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ, ഈ വാഹനത്തിൻ്റെ ഒരു റിവ്യൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ്. അതായത് നമ്മൾ ഈ ഓട്ടോറിക്ഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രൂപമുണ്ടല്ലോ. അപ്പോൾ എനിക്ക് 1959 കാലഘട്ടങ്ങളിൽ ബജാജ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇന്ത്യൻ നിരത്തുകളിൽ ഓട്ടോറിക്ഷ എന്നൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുന്ന ബജാജ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. അപ്പോൾ അതിനുശേഷം വന്ന എല്ലാ കമ്പനികളും, എല്ലാ ബ്രാൻഡുകളും ഈ ബജാജ് എന്ന ഓട്ടോയുടെ രൂപത്തിൻ്റെ അതിലൊരു ഡിസൈൻ പാറ്റേൺ ഫോളോ ചെയ്തുകൊണ്ടായിരുന്നു വാഹനങ്ങൾ അവർ ഇറക്കിയിരുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് കാലഘട്ടത്തിനനുസരിച്ച് ഒരു ഇലക്ട്രിക് വെഹിക്കിളിന് കൊടുക്കാൻ പറ്റിയ, ഒരു ഓട്ടോറിക്ഷയ്ക്ക് കൊടുക്കാൻ പറ്റിയ രീതിയിലുള്ള യുണീക്കായിട്ടുള്ള ഒരു ഡിസൈൻ അവർ കൊടുത്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലിൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു മോണ്ട്ര എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ്, ഇതാണ് മോണ്ട്രയുടെ ലോഗോ, അത് കൊടുത്തിരിക്കുന്നു. വലിയ ഗ്ലാസുകൾ, സിംഗിൾ വൈപ്പറാണ് വരുന്നത്. ഇതിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ഇതാണ്ട് ഈ ഒരു രീതിയിലുള്ള 2 വശങ്ങളായിട്ട് നിൽക്കുന്ന തരത്തിലുള്ള ഹെഡ് ലാമ്പ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു പോർഷനിലേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ വാഹനങ്ങൾ കണ്ടുവന്ന കണക്കുള്ള ഒരു രീതിയല്ല. പക്ഷേ ഇവിടെ എന്തോ ഒരു കുറവ് ഫീൽ ചെയ്യുന്നു, എന്തോ ഒരു ഫീൽ ചെയ്യാതെ കിടക്കുന്ന ഒരു ഫോളോ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പേഴ്സണലി. പക്ഷേ അവിടെ വേറൊരു ഡിസൈൻ കൊടുക്കാമായിരുന്നു എന്ന് തോന്നുന്നു. ഈ ഒരു ഭാഗത്ത് ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് മലകളുടെയും മരങ്ങളുടെയൊക്കെ രീതിയിലുള്ളൊരു ഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നു. കാരണം അതൊരു ഏത് ടെറൈനിലൂടെയും വാഹനം ഉപയോഗിക്കാമെന്നുള്ളത് ഒരു സിംബോളിക്കായിട്ട് കാണിക്കുന്നതായിരിക്കണം, അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിരിക്കുന്നു. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇനി ഡോറുകൾ ലോക്ക് ചെയ്യാൻ പറ്റുന്ന, കീ ഇട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഡോറുകൾ വാഹനത്തിന് നൽകിയിരിക്കുന്നു. ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാം, അതുപോലെ തന്നെ കീ ഇട്ടിട്ട് ഇത് ക്ലോസ് ചെയ്യാം തരത്തിലുള്ള ഡോറുകൾ വാഹനത്തിൽ നൽകിയിരിക്കുന്നു. വളരെ സ്പേസാണ് ഇതിൻ്റെ ഈ ഫ്രണ്ട് സൈഡിൽ. ഇപ്പം ഡോറുകൾ അവൈലബിൾ അല്ല, പക്ഷേ നമുക്ക് ഓപ്ഷണലാണ്. ഡോറുകൾ നമുക്ക് അവിടെ സെപ്പറേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം, അഡീഷണൽ ഡോർസ്. എന്തുകൊണ്ടും ഒരു ഡോറ് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം ഒരു ഇലക്ട്രിക് വെഹിക്കിളാണ്. സോ മഴ സമയത്തൊക്കെ അത് ഉപയോഗം ചെയ്യുന്ന ലൈറ്റിൽ പോയിട്ട് ഡോർ പണിഞ്ഞ് വെക്കുന്നത് കുറച്ച് വൃത്തിയായിരിക്കും എന്ന് തോന്നുന്നു. സൈഡ് മിററുകൾ നല്ല വിസിബിലിറ്റി കിട്ടുന്ന തരത്തിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് അത് ഫിക്സ് ചെയ്തിരിക്കുന്നു. എല്ലാ വാഹനത്തിനും വരുന്നത് പോലെ തന്നെ റെക്സിനാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്, ടോപ്പ് കൊടുത്തിരിക്കുന്ന റെക്സിനാണ്. വീലുകളിലേക്ക് വരുമ്പോൾ വളരെ വീതി കുറഞ്ഞ ടയറുകളാണ് കൊടുത്തിരിക്കുന്നത്. 12 ഇഞ്ച് ടയറുകൾ, ട്യൂബ്ലെസ് അല്ല, ട്യൂബ് ഇട്ടിട്ടുള്ള പഴയ ടൈപ്പ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്കതായിട്ടൊന്നുമില്ല. വാഹനം വൈറ്റ് കളറാണ്, ഡോർ ബ്ലാക്ക് കളറിൽ വരുന്നു. 4 കളർ വേരിയൻറ്റുകളിൽ വാഹനം അവൈലബിൾ ആണ്. വൈറ്റ്, അതുപോലെ തന്നെ പിങ്ക്, അതുപോലെ തന്നെ ഗ്രീന്, അതുപോലെ തന്നെ ബ്ലൂ. പക്ഷേ ഇതിൻ്റെ എല്ലാം ഡോർ ഭാഗം വരുന്നത് ബ്ലാക്ക് കളറാണ്. ബാക്ക് പ്രൊഫൈലിലേക്ക് വരുമ്പോഴത്തേക്ക് വാഹനത്തിൻ്റെ ബ്രേക്ക് ലൈറ്റ് യൂണിറ്റ്, അതും വളരെ വ്യത്യസ്തമായൊരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയായിട്ട് ഒരു കാറിനൊക്കെ വരുന്ന പോലുള്ള ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ഇവിടെ മോണ്ട്ര എന്ന് പറയുന്നൊരു ബാഡ്ജിങ് ആണ്, മോണ്ട്ര ഇലക്ട്രിക് EPV 2.0 എന്നാണ് വാഹനത്തിൻ്റെ മോഡൽ നെയിം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡിക്കി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ ഡിക്കി ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ കുറച്ച് സ്പേസ് കിട്ടും, അതായത് ലഗേജ് സ്പേസ് നല്ലപോലെ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സംവിധാനമുണ്ട്. അതായത് നല്ല ഒരു സ്പേസ്, നമ്മൾ പഴയ ആപ്പേ വാഹനങ്ങളെ കണ്ടുപോലെ സ്പേസ് കിട്ടും. ഈ സീറ്റ് നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ച് വെക്കാം. അതൊരു അഡ്വാൻറ്റേജായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നീട് ബാക്ക് സൈഡിൽ വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഇതിൻ്റെ ഈ ഒരു ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്തേക്ക് വരുമ്പോഴും സീറ്റുകൾ ഡുവൽ കളർ ടോണിൽ വരുന്ന സീറ്റുകളാണ് നൽകിയിരിക്കുന്നത്. എന്നെ പേഴ്സണലി ഏറ്റവും അട്രാക്റ്റ് ചെയ്യിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതിൻ്റെ ഈ ഒരു സ്പേസാണ്. അതായത് ഇതിനുള്ളിലേക്ക് ഇരിക്കുമ്പോൾ വളരെ കംഫർട്ടബിളായിട്ട് നമുക്ക് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം മറ്റു വാഹനങ്ങളൊക്കെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഇതിനകത്ത് ഇരിക്കുക എന്ന് പറയുന്നത് വളരെ ഇടുങ്ങിയ ഒരു സ്പേസാണ് മറ്റു വാഹനം. പക്ഷേ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു സ്പേസും വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്.
നമുക്ക് മുട്ടൊക്കെ അത്യാവശ്യം ഹൈറ്റുള്ളവർക്ക് ഇവിടെ മുട്ട് തട്ടുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. നല്ല തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ. ഇതിൻ്റെ ഒരു ഡാഷ്ബോർഡിലേക്ക് വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലായിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് വാഹനത്തിന് വരുന്നത്. ഈ ഡിജിറ്റൽ ആയിട്ടുള്ള ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് വാഹനത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ സാധിക്കും. അതായത് ബാറ്ററി ഇനി എത്ര % അവശേഷിക്കുന്നു, ഇനി എത്ര കിലോമീറ്റർ വാഹനം ഓടും, അതുപോലെ തന്നെ ട്രിപ്പ് A, B തുടങ്ങിയ മോഡുകൾ കാറിലൊക്കെ കണ്ടുവരുന്നത് പോലെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നീട് ഈ വാഹനത്തിൻ്റെ ഒരു ഡ്രൈവിംഗ് രീതി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. താക്കോലിടുന്നു, ഓൺ ചെയ്യുന്നു. ഈ ഒരു നോബ് ഇക്കോ, ന്യൂട്രൽ, പാർക്ക് അസിസ്റ്റൻറ്റ്, ഡ്രൈവ്, പവർ തുടങ്ങിയ പലതരം മോഡുകളുണ്ട്. ഇതിൽ ഇക്കോയിലിടുന്നു, ബ്രേക്ക് ഒരു തവണ അപ്ലൈ ചെയ്യുന്നു, അതോടുകൂടി വാഹനം ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ മുന്നോട്ട് നീങ്ങും. വളരെ സിമ്പിളാണ്. ഈവൻ ലേഡീസിന് വരെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഈ വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ആക്റ്റീവ സ്കൂട്ടറുകൾ ഒക്കെ ഉപയോഗിക്കുന്നത് പോലെ ഈ വാഹനം കൊണ്ടു നടക്കാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിലായിട്ട് ഹസാർഡ്സ് ലൈറ്റിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു, വൈപ്പറിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നു, 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ടൊരു ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. പിന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ. എങ്കിലും നമ്മൾ സാധാരണ ഓട്ടോറിക്ഷകളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഉള്ളിലൊക്കെ ഇപ്പോൾ വളരെ നീറ്റായിട്ടുള്ളൊരു ഡിസൈൻ ഡാഷ്ബോർഡിനൊക്കെ കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഒരു ചാർജിങ് രീതി എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ ഒരു ബാക്ക് സൈഡിൽ സീറ്റിൻ്റെ അണ്ടറിലായിട്ടാണ് ചാർജിങ്ങിൻ്റെ ഒരു സംവിധാനം വരുന്നത്. ഇവിടേക്ക് ചാർജ് സോക്കറ്റ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ട് ഇലക്ട്രിക് പോസ്റ്റിലോ അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലോ ഒക്കെ പവർ പ്ലഗിൽ അത് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഓൾമോസ്റ്റ് വാഹനത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങളോട്ട് ഷെയർ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ വാഹനത്തിന് ഒരുപാട് നെഗറ്റീവുകൾ ഉണ്ട് എന്നുള്ള കാരണം ഉള്ളത് സത്യസന്ധമായ കാര്യമാണ്. ഞാൻ ആക്ച്വലി ഒരു 1 വീക്കായി വാഹനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട്, പക്ഷേ ഞാൻ വാഹനം എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ വളരെ എക്സൈറ്റഡ് ആയിരുന്നു. മറ്റുള്ള ബ്രാൻഡുകളിലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ചിട്ട് വളരെ ഒരു ഇഷ്ടം തോന്നിയതിൻ്റെ പുറത്ത്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്തപ്പോൾ ഒരു ഇഷ്ടം തോന്നിയതിൻ്റെ പുറത്താണ് ഞാൻ വാഹനം ചൂസ് ചെയ്യുന്നത്. ബട്ട് വളരെ നമുക്ക് മൈൻഡ് ഡൗൺ ആവുന്ന തരത്തിലുള്ള ഒരുപാട് നെഗറ്റീവുകൾ ഈ വാഹനത്തിനുണ്ട്. അത് ഞാൻ നിങ്ങളോട് വരും വീഡിയോയിൽ പങ്കുവെക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, ഈ വാഹനം ഉപയോഗിക്കുന്നവരും ഇനി ഉപയോഗിക്കാനിരിക്കുന്നവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കാത്തിരിക്കുക.